നാളെ മുതൽ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ, ജോലിക്ക് വരുമ്പോൾ ബ്രേസിയർ ഇടാതെ വരണം എന്ന് സഹപ്രവർത്തകയോട്, മാധ്യമപ്രവർത്തകയോട് നിരന്തരം വാട്സപ്പ് മെസ്സേജ് അയച്ച വ്യക്തി ഒരു നാൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി ന്യൂസിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ വേണു, ആ വേണുവിനൊപ്പമാണ് ഞാൻ മാത്രം കണ്ടു. ഹാഷ്മി പൊട്ടനാണ്, ഹാഷ്മിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ല, ഹാഷ്മി വിഡ്ഢിയാണ്, ഹാഷ്മി പണം വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ലക്ഷ്മി പത്മയെ പോലെയുള്ള സ്ത്രീപക്ഷ നിലപാടിൻ്റെ അപ്പോലസ്തരന്മാർ വേണുവിനൊപ്പമാണ് ഇനിയുള്ള കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ചില ആളുകളുടെ ചില നിലപാടുകളുടെ ഒരു ക്വാളിറ്റിയാണ്. മനസ്സിലായില്ലേ? എപ്പോഴും സ്ത്രീപക്ഷമാണ്, സ്ത്രീ സംരക്ഷണമാണ്, സ്ത്രീ സ്വാതന്ത്ര്യമാണ്, അല്ലേ? പക്ഷേ ഇതൊക്കെ എവിടെ ഉണ്ടാവുന്നുള്ളൂ? എതിർദിശയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ ആരോപണ വിധേയൻ അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ മാത്രമേ ഈ നിലപാടുകളൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ല, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ ഇൻ്റർവ്യൂ പുറത്തു വന്നപ്പോൾ ലക്ഷ്മി പത്മ എന്താണ് പറയുന്നത്? ഹാഷ്മി പൊട്ടനാണ്, ഹാഷ്മി പണം വാങ്ങിയിട്ടുണ്ട്, ഹാഷ്മിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ല, ഇതാ പിടിച്ചോ ഹാഷ്മി ചോദിക്കാത്ത ഒരു പിടി ചോദ്യങ്ങൾ, ഇതാ പിടിച്ചോ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ വയറ്റാട്ടി കാർത്തു ലക്ഷ്മി പത്മ ഇപ്പം എത്തി നിൽക്കുന്നത് എവിടെയാ? ബിഗ് ടി വിയിലാണ്. ഇനി ഇവർ ബിഗ് ടി വിയിൽ എത്തുന്നതിന് മുമ്പുള്ള ചില സന്ദർഭങ്ങൾ ഞാൻ പറയാം. ഞാനിപ്പോൾ നേരത്തെ നിങ്ങളുമായി പങ്കുവെച്ച ഒരു വീഡിയോയിൽ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അവിടെ ശ്രീലക്ഷ്മി കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യമെന്ന് പറയുന്നത്, ജനങ്ങളൊക്കെ ശ്രീലക്ഷ്മിയെ വെടിയാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വേശ്യയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, അത്തരം വിളികൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ശ്രീലക്ഷ്മി പറയുന്നത്. ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു സ്ത്രീയോടും ഒരു മനുഷ്യനോടും അത്തരത്തിൽ വിമർശനങ്ങളാവാം, അതിന് പരിധികളുണ്ട്, മാന്യതയുണ്ട്, സഭ്യമായ രീതിയിലായിരിക്കണം, അത് ക്രിയാത്മകമായിരിക്കണം, അതല്ലാത്ത ഇത്തരം മോശപ്പെട്ട വാക്കുകളൊന്നും നമ്മൾ യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. അതിനെ ഒരിക്കലും നമുക്ക് പിന്തുണക്കാനും കഴിയില്ല, അത്തരം ഭാഷാ പ്രയോഗങ്ങളെ. അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നു എന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടം വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ വളരെ ചർച്ച ചെയ്ത വിഷയമാണ് വേടനെ ആരോപിച്ചുള്ള ലൈംഗികാരോപണം. അന്ന് വേടനൊപ്പം നിന്ന ശ്രീലക്ഷ്മി അതേ സമാനമായ ആരോപണങ്ങൾ, സമാനമായ സെന്റൻസുകൾ പരാതിയിൽ എഴുതി പിടിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയായി വരുമ്പോൾ അവിടെ അതിജീവിതക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ്, ഇരക്കൊപ്പമാണ്. ഇനി ഇത് തന്നെയാണ് ലക്ഷ്മി പത്മയെ പോലെയുള്ള കേരളത്തിലെ ഈ പറയുന്ന മാപ്രകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മേ ബി ലക്ഷ്മി പത്മക്ക് അവരുടേതായ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവുമായിരിക്കാം. കാരണം താൻ ആഗ്രഹിച്ച് വൺ സൈഡ് ലവായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് കിട്ടാത്തതിൻ്റെ വേദന ലക്ഷ്മി പത്മക്ക് ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അവിടെയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അവൾക്കൊപ്പമാണ്, ഇരക്കൊപ്പമാണ്, അതിജീവിതക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇത്തരത്തിൽ സ്ത്രീകളോട് മോശം പെരുമാറ്റങ്ങൾ നടത്തുകയും സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും ചെയ്ത ആളുകളോടൊപ്പം അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനോ അവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലോ ഇവർക്കാർക്കും ഒരു കുഴപ്പമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പം വേടനെതിരെ ആരോപണം വന്നു, അല്ലേ? വേടനെതിരെ ആരോപണം വന്നു, വേടൻ ഒളിവിൽ പോകുന്നു, മുൻകൂർ ജാമ്യം ലഭിക്കുന്നു, ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയ വേടൻ ക്വസ്റ്റ്യനിങ്ങും അറസ്റ്റും നടന്നതിന് ശേഷം മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് വേടനെ വെറുതെ വിടുന്നു, അല്ല ജാമ്യത്തിൽ വിടുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം വേടൻ്റെ 2 അഭിമുഖങ്ങളാണ് പുറത്തു വന്നത്. മനസ്സിലായില്ലേ? ഒന്ന് എവിടെയാണ് വന്നത്? 24-ലാണ്. മറ്റൊരു അഭിമുഖം വന്നത് എവിടെയാണ്? ന്യൂസ് മലയാളത്തിലാണ്. അന്ന് ന്യൂസ് മലയാളത്തിൽ ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഇതേ ലക്ഷ്മി പത്മ പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് 24-ൽ ഹാഷ്മി ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും ന്യൂസ് മലയാളത്തിലും വേടൻ വന്നപ്പോഴും
കേരളത്തിലെ ഒരു മാപ്രകൾക്കും ഒരു വേശ്യാ മാധ്യമങ്ങൾക്കും അതേക്കുറിച്ച് ഒരു ചോദ്യമോ അതല്ലെങ്കിൽ അത് പണം കൊടുത്ത് നടത്തിയതാണെന്നുള്ളതോ അല്ലെങ്കിൽ PR വർക്കാണെന്നുള്ളതോ ബന്ധമായ ഒരു ചോദ്യങ്ങളും ആർക്കും ഉണ്ടായിരുന്നില്ല, അല്ലേ? പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഉടനടി PR വർക്കാണ്, ഉടനടി അവിടെ ഹാഷ്മി പണം വാങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ ഹാഷ്മിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? ഈ ലക്ഷ്മി പത്മ ന്യൂസ് മലയാളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ സമയത്താണ് വേടൻ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ വേടന്റെ ഒരു അഭിമുഖം ന്യൂസ് മലയാളത്തിൽ വരുന്നത്. അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് 24-ൽ വേടന്റെ അഭിമുഖം വരുന്നത്. അപ്പൊ അന്നൊന്നും ആർക്കും പ്രശ്നമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വേടനെതിരെ 1-ൽ കൂടുതൽ 3 പരാതികൾ വേടനെതിരെ ഉണ്ടായിരുന്നു, അല്ലേ? വേടൻ ക്രൂരനാണ്, മയക്കുമരുന്ന് ഉപയോഗിച്ച് ആർത്തവ സമയത്ത് കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു, സാമ്പത്തിക ചൂഷണം നടത്തി എന്നൊക്കെയായിരുന്നു പരാതികൾ. സമാനമായ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സമാനമായ പരാതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വരെ പരാതികൾ എത്തി, അല്ലേ? എന്നിട്ട് ഈ പറയുന്ന ജാമ്യം ലഭിച്ചു, പുറത്ത് വന്നപ്പോൾ വേടനെ സ്വീകരിക്കാൻ ആളുകളുണ്ടായി, ഇന്റർവ്യൂ ചെയ്യാൻ ആളുകളുണ്ടായി, ഒക്കെ ഉണ്ടായി. അന്ന് വയറ്റാട്ടിക്കാലത്തേക്ക് ഒരു പ്രശ്നവുമില്ല, വേടനോട് ചോദിച്ച ചോദ്യങ്ങളിൽ പ്രശ്നമില്ല, വേടനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇവർക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടത്രേ, കൂടുതൽ തെളിവുകളുണ്ടത്രേ. സ്ത്രീപക്ഷമാണത്രേ, സ്ത്രീ സുരക്ഷയാണത്രേ, അവൾക്കൊപ്പമാണത്രേ, അതിജീവിതക്കൊപ്പമാണത്രേ, ഇരക്കൊപ്പമാണത്രേ. എന്തൊക്കെയാ നിലപാടുകൾ? അപ്പൊ ഈ ലക്ഷ്മി പത്മയോട് ഞാൻ ചോദിക്കുന്നത്, നാളെ നീ ബ്രൈസർ ഇടാതെ സ്റ്റുഡിയോയിലേക്ക് വരണമെന്ന് പറഞ്ഞ വേണുവിനൊപ്പം നിൽക്കാൻ നാണമില്ലേ ലക്ഷ്മി പത്മക്ക്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റുഡിയോയിലെ ഒരു മാധ്യമ പ്രവർത്തകയോട് മോശമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ, ബ്രൈസിറാതെ വരണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാതൃഭൂമിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയ വേണു, ആ വേണുവിനൊപ്പം നിൽക്കാൻ ഈ പറയുന്ന ലക്ഷ്മി പത്മക്ക് നാണമില്ലേ? ഇനി ഞാനൊരു കാര്യം കൂടി തിരിച്ചു ചോദിക്കാം. ശ്രീനാദേവി കുഞ്ഞമ്മയെ സാങ്കല്പിക ഇരയാക്കാൻ ശ്രമിച്ച റിപ്പോർട്ടർ TV-യിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയായ സുജയ്ക്കൊപ്പം നിൽക്കാൻ ലക്ഷ്മി പത്മക്ക് യാതൊരുവിധ സ്ത്രീപക്ഷവുമില്ലേ, അല്ലേ? സ്വാഭാവികമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ലാത്ത ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഞാൻ സമീപിച്ചിട്ട് പറയാണ്, നിങ്ങളൊരു പീഡന പരാതി പറയണം എന്ന് പറഞ്ഞാൽ അവരുടെ മാനത്തിന് വില പറയുകയല്ലേ ചെയ്യുന്നത്. അത്തരമൊരു സംഭവം റിപ്പോർട്ടർ TV-യിൽ നിന്നുണ്ടായിട്ട് ആ ഒരു അധാർമിക പ്രവർത്തനത്തിനെതിരെ ശബ്ദമുയർത്താത്ത ലക്ഷ്മി പത്മ എങ്ങനെയാണ് അതിജീവിതക്കൊപ്പമാകുന്നത്? എങ്ങനെയാണ് ഇരയ്ക്കൊപ്പമാകുന്നത്? എങ്ങനെയാണ് സ്ത്രീപക്ഷമാകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? ഇനി റിപ്പോർട്ടർ TV-യിൽ തന്നെ നിങ്ങളൊരു കാര്യം, റിപ്പോർട്ടർ TV-യിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നു വന്ന സമയത്ത് റിപ്പോർട്ടർ TV-യിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയി സ്റ്റുഡിയോ റൂമിൽ ക്രൂരമായ അക്രമം നേരിട്ടതിൻ്റെ പേരിൽ, ന്യൂസ് റൂമിൽ ക്രൂരമായ അക്രമം നേരിട്ടതിൻ്റെ പേരിൽ രാജിവെച്ച് ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോയ അഞ്ജന അനിൽ കുമാറിനോട് നീ ഇത് പുറത്ത് പറയരുത്, അത് പുറത്ത് പറഞ്ഞാൽ നിന്റെ കരിയറിനെ ബാധിക്കുമെന്ന് ഉപദേശം നൽകിയ സുജയ പാർവതിക്കൊപ്പം നിൽക്കാൻ ഈ ലക്ഷ്മി പത്മക്ക് സ്ത്രീപക്ഷം അവിടെ ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ, ഇപ്പോൾ ലക്ഷ്മി പത്മ എന്താണ് സ്ത്രീപക്ഷം എന്ന് പറഞ്ഞതിനുള്ള കാരണം, അല്ലെങ്കിൽ ഞാൻ കണ്ടു, ഞാൻ മാത്രം കണ്ടു, ഞാൻ ഹാഷിമിയോട് ചോദ്യങ്ങൾ ചോദിച്ചതിനുള്ള കാരണം എന്താ? കാരണം ഒരു അവാർഡ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, ആ അവാർഡ് ഇപ്പോൾ ലക്ഷ്മി പത്മക്ക് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ഇരട്ടത്താപ്പ് നിലപാടുകൾ എടുത്തിട്ട് ഞാൻ സ്ത്രീപക്ഷമാണ്, എനിക്കേ ചോദ്യം ചോദിക്കാൻ അറിയുള്ളൂ, എൻ്റെ കയ്യിലെ തെളിവുകളുള്ളൂ, എന്നാ പിന്നെ ലക്ഷ്മി പത്മയോട് തിരിച്ചൊരു ചോദ്യം. 3 ട്രാൻസാക്ഷൻ്റെ വിവരങ്ങൾ ഒക്ടോബർ 7, ഒക്ടോബർ 7-ന് 2 ട്രാൻസാക്ഷൻ, ഏപ്രിൽ 14-ന് 1 ട്രാൻസാക്ഷൻ. ഈ 3 ട്രാൻസാക്ഷൻ്റെ വിവരങ്ങളാണല്ലോ ലക്ഷ്മി പത്മ പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ലക്ഷ്മി പത്മക്ക് ഈ സ്ക്രീൻഷോട്ട് തന്ന വ്യക്തിയോടൊരു ചോദ്യം ചോദിക്കാമായിരുന്നില്ലേ? ഏപ്രിൽ 8-ന് ലക്ഷ്മി പത്മ അത് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി മായ്ച്ചു കളഞ്ഞാലും ഞങ്ങളത് കണ്ടു, കാണാനുള്ള വഴികൾ ഞങ്ങൾക്കുണ്ട്. ഏപ്രിൽ 14-ന് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ ചോദിക്കാമായിരുന്നില്ലേ? ഏപ്രിൽ 8-ന് പീഡിപ്പിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങൾ
എന്തിനാണ് 6 ദിവസങ്ങൾക്ക് ഇപ്പുറം 10,000 രൂപ വിഷുക്കൈ നീട്ടമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു കൊടുത്തത് എന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അല്ലേ? സ്വാഭാവികമായിട്ടും ആ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിലും ആ ചോദ്യങ്ങൾ ലക്ഷ്മി പത്മയുടെ മനസ്സിലുണ്ടായില്ലേ? അതുകൊണ്ടല്ലേ ലക്ഷ്മി പത്മ ആ ഏപ്രിൽ എന്ന ഭാഗം അയച്ചു കളഞ്ഞത്, അല്ലേ? ഇവിടെ ലക്ഷ്മി പത്മക്ക് മനസാക്ഷി തൊട്ടുകൊണ്ട് പറയാൻ കഴിയോ ഞാൻ സ്ത്രീപക്ഷമാണ്, ഞാൻ ഇരയോടൊപ്പമാണ്, ഞാൻ ഈ പരാതി നൽകിയ വ്യക്തിയോടൊപ്പമാണെന്ന് പറയാൻ കഴിയോ? ആ പരാതി തന്നെ ജെന്യൂൻ ആണെന്ന് മനസാക്ഷിയെ ചൂണ്ടി നിർത്തി സാക്ഷി നിർത്തിക്കൊണ്ട് ലക്ഷ്മി പത്മക്ക് പറയാൻ കഴിയോ? ഇനിയിപ്പോൾ ലക്ഷ്മി പത്മ ചെന്ന് കയറിയെടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞ സുജയ പാർവതി ഉപദേശം നൽകിയത് അഞ്ജന അനിൽകുമാറിനോട് പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞാൽ നിന്റെ കരിയറിനെ ബാധിക്കൂ. ആ ഉപദേശം നൽകിയ അഞ്ജന അനിൽകുമാർ സുജയ പാർവതി വലതു ഭാഗത്ത് നിൽക്കുന്നു. ഇടതു ഭാഗത്ത് ആരാ നിൽക്കുന്നത്? നാളെ നീ ബ്രൈസർ ഇടാതെ സ്റ്റുഡിയോയിലേക്ക് വരണമെന്ന് പറഞ്ഞ വേണു മറുഭാഗത്ത് നിൽക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും നിലയിൽ നിന്നുകൊണ്ട് ലക്ഷ്മി പത്മ പറയുന്നു, ഞാനാണ് സ്ത്രീപക്ഷം, ഞാൻ ഇരയോടൊപ്പമാണ്, ഞാൻ അതിജീവിതയോടൊപ്പമാണ് എന്ന്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു കാര്യം വ്യക്ത, ആരൊക്കെ ഇരയോടൊപ്പം എന്ന് പറയുന്നുണ്ടോ, ആരൊക്കെ അതിജീവിതയോടൊപ്പം എന്ന് പറയുന്നുണ്ടോ, അവർക്കൊക്കെ വ്യക്തമായ താല്പര്യങ്ങളും അജണ്ടകളും മാത്രമല്ല ഗൂഢാലോചനകളിലും പങ്കുണ്ട്. ആ ഗൂഢാലോചനകളിൽ പങ്കാളിയായതിൻ്റെയും കാര്യങ്ങൾ വെടിപ്പായി ചെയ്തതിൻ്റെയും ഒക്കെ പ്രതിഫലങ്ങളാണ് 1,00,000 ദിർഹംസ് ആയിട്ടും അതല്ലെങ്കിൽ അവാർഡുകളായിട്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കൂട്ടിക്കൊടുപ്പ് നടത്തിയതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലമാണ് ഇപ്പോൾ ലക്ഷ്മി പത്മക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ്.